الله نحمده دوما ونشكره على هدايته للدين إيانا يا رب صل على خير الورى وعلى آل وصحب ومن والاه إحسانا يا رب وفقنا للعلم وارزقنا نورا وحفظا من القرآن تبيانا واغفر لنا ولمن كانوا يعلمنا ولوالدينا وللشركاء إخوانا. അസ്സലാമു അലൈക്കും. രണ്ട് പാഠപ്പം നമ്മളത് കഴിഞ്ഞു അല്ലേ, പഠിച്ചല്ലോ അല്ലേ. ഇനി മൂന്നാമത്തെ പാഠം അദ്ദറസു സാലിസ്, മൂന്നാമത്തെ പാഠം. അദ്ദിമാഉ ത്വബീഇയ്യത്തുൻ, അദ്ദിമാഉ ത്വബീഇയ്യത്തുൻ, മനസ്സിലായോ? സാധാരണ പുറപ്പെടുന്ന രക്തം, സാധാരണ പുറപ്പെടുന്ന രക്തം കേട്ടോ, സ്വാഭാവിക രക്തം. അതിനെക്കുറിച്ചാണ് ഇപ്പം ഇനി പറയാൻ പോണത്. അതെന്താ സംഭവം എന്നാ പറയാൻ പോണത് കേട്ടോ. ഉമ്മുൽ മുഅ്മിനീന ആയിഷത്ത് റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹജ്ജിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു, ഹജ്ജിന് പോകാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് എനിക്ക് ആർത്തവമുണ്ടായി, വഴിയിൽ വെച്ച് എനിക്ക് ആർത്തവമുണ്ടായി. സ്ത്രീകൾ, പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പാഠാണത് കേട്ടോ. അതൊക്കെ അതിൻ്റേതായ സമയങ്ങളിൽ മനസ്സിലാവും. ഇപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക കേട്ടോ. ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്നു കരുതി ഞാൻ കരഞ്ഞു. ആര്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ. എന്തു പറ്റി ആയിഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എന്താ പറ്റിയത് ആയിഷ, എന്തിനാണ് കരയണത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ആർത്തവം സ്ത്രീകൾക്കുള്ളതാണ്, മനസ്സിലായോ? അതിനിപ്പോൾ കരയേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടോ. തവാഫ് ഒഴികെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. തവാഫ് ചെയ്യണ്ട, ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. അപ്പോൾ ഹൈദുള്ള ആൾക്ക്, ആർത്തമുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തവാഫ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മുമ്പത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. വലിയ ശുദ്ധിയുള്ളവർക്ക്, ഹൈദ് നിഫാസുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചു, സമാധാനപ്പെടുക, ഇജ്ജ് തവാഫ് ചെയ്യ്, അല്ല തവാഫ് ഒഴികെയുള്ളതൊക്കെ ബാക്കിയുള്ളതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനപ്പെടുത്തി. സാജിദ വായന തുടർന്നു. അവൾ പുസ്തകത്തിൻ്റെ പേജ് മറിച്ചു.
ഫാത്തിമത്തു ബിൻതു അബി ഹുബൈഷ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാൻ്റെ റസൂലേ, എനിക്ക് ഇസ്തിഹാദത്തുണ്ട്, ഞാൻ നിസ്കാരം ഒഴിവാക്കണമോ? എനിക്ക് ഇസ്തിഹാദത്തുണ്ട്, അപ്പം ഞാൻ നിസ്കാരം ഒഴിവാക്കണോ, നിസ്കരിക്കണോ എന്നാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തിഹാദത്ത് രോഗമാണ്. ഇസ്തിഹാദത്ത് രോഗമാണ്, അത് ഹൈലല്ല. ഹൈലുണ്ടായാൽ നിസ്കാരം ഒഴിവാക്കുക. ഇസ്തിഹാദത്തുണ്ടായാൽ കഴുകി നിസ്കരിക്കുക. മനസ്സിലായോ? ഹൈലുണ്ടായാൽ നിസ്കരിക്കാൻ പാടില്ല. ഇസ്തിഹാദത്തുണ്ടായാൽ നിസ്കരിക്കണം, കഴുകി വൃത്തിയാക്കിയിട്ട് നിസ്കരിക്കണം. ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങളാണ് ഹൈദ്, നിഫാസ്. മനസ്സിലായില്ലേ? ഹൈദ് എന്താണ്, നിഫാസ് എന്താണെന്ന് മനസ്സിലായോ? ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണെന്ത്? ഹൈദ്, നിഫാസ്. ഹൈദ്, നിഫാസ് ആർക്കാ ഉണ്ടാവുക? സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ? സ്ത്രീകൾക്ക് അല്ലേ? പുരുഷന്മാർക്ക് ഉണ്ടാവുമോ? പുരുഷന്മാർക്ക് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സ്ത്രീകൾക്കുള്ളതാണത്. രോഗരക്തമാണ് ഇസ്തിഹാദത്ത്. രോഗരക്തമാണ് ഇസ്തിഹാദത്ത് കേട്ടോ. അപ്പോൾ ഇസ്തിഹാദത്ത് എന്നാൽ എന്ത്? ഹൈദും നിഫാസും അല്ലാത്ത സമയത്ത് പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാദത്ത്. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈദ്. ഇപ്പം എന്താണെന്ന് മനസ്സിലായില്ലേ? ഹൈദ് എന്താന്ന്? പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണെന്ത്? ഹൈദ്. ചില പ്രത്യേക സമയങ്ങളിൽ. നോട്ട് ദ പോയിൻ്റ്. മനസ്സിലായോ? ആ പോയിൻ്റ് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ചില പ്രത്യേക സമയങ്ങളിലാണ്, എപ്പോഴും അല്ല. എപ്പോഴും പുറപ്പെടുന്നതാണ് എന്ത്? ഇസ്തിഹാദത്ത് കേട്ടോ. അത് രോഗമാണ്, രോഗം. മനസ്സിലായോ? ഹൈദ് ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. അപ്പോൾ 9 വയസ്സായ പെൺകുട്ടികൾക്ക് കാണുന്ന രക്തമാണ് എന്ത്? ഹൈദ്. 9 വയസ്സ് മുതൽ കാണാം. അപ്പോൾ അത് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? ബേജാറാവും, പേടിക്കൊന്നും വേണ്ടാന്ന് കേട്ടോ. അത് ഉണ്ടാവുന്നതാണ്. ഹൈലായി പരിഗണിക്കാൻ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള സമയം രക്തം പുറപ്പെടണം. ഹൈദ് എന്ന് പറയണമെങ്കിൽ 24 മണിക്കൂർ, ഒരു ദിവസം എങ്കിലും ഏറ്റവും കുറഞ്ഞത് ആ രക്തം കാണണം. സാധാരണയിൽ 6-7 ദിവസം രക്തം കാണും. ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം, സാധാരണ 6-7 ദിവസം. ഹൈദ് രക്തത്തിൻ്റെ കൂടിയ പരിധി 15 ദിവസമാണ്. ഏറ്റവും കൂടിയാൽ 15 ദിവസം. അപ്പോൾ മനസ്സിലായില്ലേ? 15 ദിവസം കഴിഞ്ഞപ്പോൾ 16, 17, 18 ദിവസങ്ങളിലൊക്കെ രക്തം കാണുകയാണെങ്കിൽ അതെന്താണ്? ഇസ്തിഹാദത്താണ്, ഹൈദല്ല. അപ്പോൾ 15 ദിവസം കഴിഞ്ഞ് 16ാമത്തെ ദിവസം അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ 1 ഡോക്ടറെ പോയി കാണണം, ചികിത്സിക്കണം. 2 നിസ്കാരം കഴുകി വൃത്തിയാക്കിയിട്ട് നിസ്കരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അവിടെ ഒരു സംശയമില്ലല്ലോ അല്ലേ?
രണ്ട് ഹൈദിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധി 15 ദിവസമാണ്. രണ്ട് ഹൈദിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധിയുടെ സമയം അല്ലെങ്കിൽ കാലം എത്രയാണ്? 15 ദിവസമാണ്. അപ്പോൾ 15 ദിവസം അല്ലെങ്കിൽ 6-7 ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂർ ഒരു ദിവസം ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് ഹൈദ് ഉണ്ടായാൽ പിന്നെ 15 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ എന്തുണ്ടാകാവൂ? അടുത്തത് കാണാൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ അടിയിൽ അല്ലാത്തത് കാണുകയാണെങ്കിൽ അതിനർത്ഥം ഇസ്തിഹാദത്താണ്, രോഗമാണ്, ഡോക്ടറെ കാണണം, ചികിത്സിക്കണം കേട്ടോ. കൂടിയത് എത്രയുമാകാം. ഹൈദിൻ്റെ ശുദ്ധി കൂടിയത് എന്ത് ചെയ്യാം? എത്രയും ആകാം കേട്ടോ. അപ്പോൾ ഹൈദ് എന്താണെന്ന് മനസ്സിലായില്ലേ? പിന്നെ പ്രസവത്തിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. പ്രസവത്തിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. അത് കുറഞ്ഞത് ഒരു നിമിഷവും സാധാരണയിൽ 40 ദിവസവും കൂടിയാൽ 60 ദിവസവുമാണ്. മനസ്സിലായോ? അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആയി അത് നിൽക്കും. സാധാരണ 40 ദിവസം. കുട്ടികളെ, സ്ത്രീകൾ പ്രസവമൊക്കെ കഴിഞ്ഞ് 40 കഴിഞ്ഞു, 60 കഴിഞ്ഞു എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? അതിതാണ് സംഭവം. സാധാരണയിൽ 40 ദിവസമാണ് ഉണ്ടാവാറ്, കൂടിയാൽ 60 ദിവസം. 60ൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെന്ത് ചെയ്യണം? ചികിത്സിക്കണം കേട്ടോ. ഹൈദുൻ നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാദത്ത്. ഹൈദുൻ നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാദത്ത്. അപ്പോൾ ഹൈദ് എന്താന്ന് പറഞ്ഞു, നിഫാസ് എന്താന്ന് പറഞ്ഞു, ഇസ്തിഹാദത്ത് എന്താന്ന് പറഞ്ഞു അല്ലേ? ഹൈദിൽ ഏറ്റവും കുറഞ്ഞത് എത്രയെന്ന് പറഞ്ഞു, സാധാരണ എത്രയെന്ന് പറഞ്ഞു, കൂടിയാൽ എത്രയെന്ന് പറഞ്ഞു. രണ്ട് ഹൈദുകൾ തമ്മിലുള്ള ശുദ്ധിയുടെ കാലം എത്രയാണെന്ന് പറഞ്ഞു. നിഫാസ് എന്താന്ന് പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് എത്രയെന്ന് പറഞ്ഞു, സാധാരണ എത്രയെന്ന് പറഞ്ഞു, കൂടിയാൽ എത്രയെന്ന് പറഞ്ഞു അല്ലേ? ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. ഒന്ന് മനസ്സിരുത്തി പാഠം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. ക്ലിയർ ആവുണ്ടല്ലോ? ഹൈദിൻ്റെയും നിഫാസിൻ്റെയും സമയത്ത് നിസ്കാരവും നോമ്പും ഹറാമാണ്. ചില ഉമ്മമാരൊക്കെ ചോദിക്കുന്ന സംശയങ്ങളാണ്. ഹൈദിൻ്റെയും നിഫാസിൻ്റെയും സമയത്ത് നിസ്കാരം നോമ്പും ഹറാമാണ്. ചിലർ ചോദിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ നോറ്റ് വീട്ടണോ? നോമ്പ് റമദാനൊക്കെ ആകുമ്പോൾ ചില ആൾക്കാർ ഭയങ്കര സംശയമാണ് ഇപ്പോൾ അതൊക്കെ. അങ്ങനത്തെ ആളുകൾ, സംശയമുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക. ഹൈദിൻ്റെയും നിഫാസിൻ്റെയും സമയത്ത് നിസ്കാരവും നോമ്പും ഹറാമാണ് കേട്ടോ. നോമ്പ് ഖളാ വീട്ടണം, നോമ്പ് ഖളാ വീട്ടണം, എന്നാൽ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. മനസ്സിലായോ? അപ്പോൾ ഹൈദ് നിഫാസുള്ള സമയത്താണ് റമദാനിൽ ഹൈദ് നിഫാസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ നോമ്പ് എന്ത് ചെയ്യണം? ഇതൊക്കെ മാറിയതിന് ശേഷം, ഇനിയിപ്പോൾ റമദാനാണെങ്കിലും അല്ലെങ്കിലും റമദാൻ കഴിഞ്ഞതിന് ശേഷമൊക്കെ എന്ത് ചെയ്യണം? ആ നോമ്പ് ഖളാ വീട്ടണം, നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല കേട്ടോ. മാത്രമല്ല അത് ഹറാമുമാണ്. ഞാൻ വലിയ നിസ്കാരക്കാരനെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിസ്കാരം ഖളാ വീട്ടിയാൽ ഹറാമാണ്, ശിക്ഷ കിട്ടും പടച്ചോൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. നമ്മൾ ഹറാം എന്താണെന്ന് അവിടെ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഹറാം എന്താണെന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്താൽ ശിക്ഷയുള്ളതും ചെയ്യാതിരുന്നാൽ കൂലി ഉള്ളതും അല്ലേ? അപ്പോൾ അത് ഖളാ വീട്ടാൻ പാടില്ല. ഇസ്തിഹാദത്തിൻ്റെ സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ ഇസ്തിഹാദത്തിൻ്റെ സമയത്ത്, രോഗത്തിൻ്റെ സമയത്ത്, അതായത് നോമ്പ് ഹൈദ് നിഫാസും അല്ലാത്ത സമയത്താണ് രക്തം പുറപ്പെടുന്നതെങ്കിൽ ആ സമയത്തുള്ള നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ
പാടില്ല. നജസ് ശുദ്ധിയാക്കി നിസ്കാരം നിർവഹിക്കണം. മനസ്സിലായോ? നജസ് ശുദ്ധിയാക്കി നിസ്കാരം നിർവഹിക്കണം കേട്ടോ. ഉമ്മ വിളിച്ചു. സാജിദ, അവൾ വായന നിർത്തി ഉടനെ ഉമ്മയുടെ അടുത്തെത്തി. അല്ലേ? ഉമ്മ വിളിക്കാൻ വേണ്ടി കാത്തിക്ക സാജിദ. നമ്മളെയൊക്കെ പോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കൂലേ? അല്ലേ? എന്നതുപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെയാണ് സാജിദയും. വിളി കേട്ടപ്പോൾ എന്ത് ചെയ്തു? സാജിദ വായന നിർത്തി ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി. അല്ലേ? അങ്ങനെ തന്നെയല്ലേ നിങ്ങളും? വായിക്കുക പഠിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഭയങ്കര അനുസരണമായിരിക്കും. അല്ലേ? അത് കഴിഞ്ഞാലോ കളിക്കാനാണോ അല്ലെങ്കിൽ വേറെന്തിനെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലോ പോയിട്ടാണ് ഉമ്മ വിളിക്കണമെങ്കിലോ നമ്മളെന്താ ചെയ്യുക? ആദ്യമൊക്കെ നമ്മളെന്ത് ചെയ്യും? കേൾക്കാത്ത പോലെ നിൽക്കും. അല്ലേ? ആദ്യമൊക്കെ നമ്മൾ കേൾക്കാത്ത പോലെ നിൽക്കും. അപ്പോൾ നമ്മളപ്പോൾ എന്ത് കണക്കാക്കും? ഇനിയും വിളിക്കട്ടെ എന്ന്. അല്ലേ? രണ്ടാമത്തെ വിളിക്കും നമ്മളെന്ത് ചെയ്യും? അങ്ങനെ വെയിറ്റ് ചെയ്യും. അതല്ലേ നമ്മളൊക്കെ പണി? അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇതാ അക്ബലത്തിൽ ഹൈലത്തു ഫദഇ സ്വലാത്ത് കേട്ടോ. ഹൈലുണ്ടായാൽ നീ നിസ്കാരം ഉപേക്ഷിക്കുക. ഹൈലുണ്ടായാൽ നീ നിസ്കരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ പാഠം കഴിഞ്ഞു. ഇപ്പോൾ പാഠം പഠിഞ്ഞില്ലേ? പിന്നെ തദ്രീബാത്ത്. ഹൈല് എന്നാൽ എന്ത്, നിഫാസ് എന്നാൽ എന്ത്, ഇസ്തിഹാദത്ത് എന്നാൽ എന്ത് കേട്ടോ. അൽ ഹൈലു കലീൽ കുറഞ്ഞത് എത്രയാണ്, കസീർ സാധാരണ എത്രയാണ്, കസീർ അധികരിച്ചത് എത്രയാണ്, ഗാലിബ് സാധാരണ എത്രയാണ്, നിഫാസ് അതും അതേപോലെ തന്നെ കേട്ടോ. കലീൽ കുറഞ്ഞത്, കസീർ അധികരിച്ചത്, ഗാലിബ് സാധാരണ. പിന്നെ തുഹുറു ബൈനൽ ഹൈലൈനി രണ്ട് ഹൈദിൻ്റെ ഇടയിലുള്ള ശുദ്ധി എത്രയാണ് കേട്ടോ. ഇസ്തിഹാദത്തുകാരി നിസ്കരിക്കേണ്ടതിൻ്റെ വിധി, ഇസ്തിഹാദത്തുകാരി നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ്? ഇസ്തിഹാദത്തുകാരി രോഗമുള്ള ആൾ നിസ്കരിക്കണതിൻ്റെ വിധി എന്താണ്? നിസ്കരിക്കണോ വേണ്ടേ? നിസ്കരിക്കണം അല്ലേ? ഹൈദ്, നിഫാസ് എന്നിവ പുറപ്പെടുന്നത് എവിടെ നിന്ന്? സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് കേട്ടോ. പിന്നെ ഹൈദ് ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം എത്ര? എത്രാമത്തെ വയസ്സിലാണ് ഇത് കണ്ടു തുടങ്ങാമെന്ന്? എത്രാമത്തെ വയസ്സിലാണ്? 9ാമത്തെ വയസ്സിൽ കേട്ടോ. ഹൈദുകാരി നിസ്കാരം ഖളാ വീട്ടേണ്ടതിൻ്റെ വിധി എന്താണ്? ഹൈദു നിഫാസുകാരി നിസ്കാരം ഖളാ വീട്ടേണ്ടതിൻ്റെ വിധി എന്താണ്? ഹറാം. എന്താണ്? ഹറാം. നോമ്പ് വീട്ടണം കേട്ടോ. ആയിഷത്ത് ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞത് എന്തിനാ? ഹജ്ജിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു, പക്ഷേ വഴിയിൽ വെച്ച് എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? ആർത്തവം ഉണ്ടായി അല്ലേ? അതുകൊണ്ടല്ലേ കരഞ്ഞത്? അയാൾ കണ്ടതുകൊണ്ടല്ലേ കരഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിച്ചത് എങ്ങനെ? ആയിഷ, സ്ത്രീകൾക്ക് ആർത്തവം പ്രകൃതിയാണ്, സാധാരണയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. തവാഫ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്തോ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോന്ന് അല്ലേ? കഴിഞ്ഞു കേട്ടോ പാഠം. പിന്നെ അതിൽ നോക്കി എഴുതാനുള്ളതുണ്ട്. പിന്നെ തുബഇയ്യത്തുൻ പ്രകൃതി, ദിമാഉൻ രക്തം, ഹൈദുൻ ആർത്തവം, നിഫാസുൻ പ്രസവരക്തം, ഇസ്തിഹാദത്ത് രോഗരക്തം. ഇത് കാണാതെ പഠിക്കണം കേട്ടോ. അർത്ഥങ്ങൾ കാണാതെ പഠിക്കണം. അപ്പോൾ ഓക്കെ.